ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സിറ്റി LGSന്റെ ക്രാഷ് കോഴ്സിൻ്റെ 33ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ അത് ആദ്യം കാണുന്നവർ വിഷമിക്കേണ്ട, ഒരു 25-30 മണിക്കൂറിനുള്ളിൽ ഈ മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് കണ്ടു തീർക്കുക, ഈ 50 വീഡിയോകളും. അപ്പോൾ ഇന്ന് മുതൽ അങ്ങോട്ട് സ്ഥിരം കാണുക, ബാലൻസ് ആയിട്ടുള്ള 1 മുതൽ 32 വീഡിയോകൾ ഇതിനിടയിലും കണ്ടു തീർക്കുക. ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ എല്ലാ വീഡിയോകളും ലഭിക്കുന്നതിന്, അതുപോലെ തന്നെ ഡെയിലി പ്ലാൻ പഠിക്കുന്നതിനുള്ള ഡെയിലി പ്ലാൻ ലഭിക്കുന്നതിന്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ചെയ്യുന്നതിന് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ അതിൽ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും. മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് കിട്ടാൻ നമ്മുടെ ആപ്പും ഡൗൺലോഡ് ചെയ്യുക. രണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മൗലിക കടമകൾ ഭാഗം 4A ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. നമുക്ക് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചൊന്ന് നോക്കാം. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 368 ആണ്. 3, 6, 8. നമുക്കറിയാലോ, അടിയന്തരാവസ്ഥ 352 മുതൽ 360 വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ 368 ഓർത്തു വയ്ക്കുക, ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പാണ്. ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി വന്നത് 1951 നമ്മുടെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നതും 1951 ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി 42ാം ഭേദഗതിയാണ്. 1976 മതേതരത്വം, സോഷ്യലിസം എന്നുള്ള വാക്കുകൾ അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണയേ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത് 42ാം ഭേദഗതിയിലൂടെയാണ്. സ്വത്തവകാശമാണ്, സ്വാത്തവകാശം എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കിയ ഭേദഗതി 44ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു മൗലികാവകാശം സ്വത്തവകാശമായിരുന്നു. 44ാം ഭേദഗതിയിലൂടെ അതിൽ സ്വത്തവകാശം ഇല്ലാതെയായി. എന്നിട്ട് എന്തായി മാറി? 6 മൗലികാവകാശങ്ങൾ മാത്രമായി മാറി. അപ്പം 42ഉം 44ഉം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. വോട്ടിംഗ് പ്രായം പണ്ടത്തെ കാലത്ത് 21 ആയിരുന്നു. അതിൽ നിന്ന് 18 ചുരുക്കിയ ഭേദഗതി 61ാം ഭേദഗതിയാണ്. 1989 18ാമത്തെ ഭേദഗതി. വോട്ടിംഗ് പ്രായം 18 ചുരുക്കിയ ഭേദഗതി 61ാം ഭേദഗതി. കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതി 86ാം ഭേദഗതിയാണ്. 21A അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലികാവകാശമാണ് കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശ ബില്ലാണ്. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. 86ാം ഭേദഗതിയാണ്, 2002 GSTയുമായി ബന്ധപ്പെട്ട ഭേദഗതി, ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ഭേദഗതി 101. ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്, അരയാലല്ല. ആ ചോദ്യത്തിൽ പേരാൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2022 സ്റ്റേജ് 1 ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ശരി ഉത്തരം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ അയിത്ത നിർമ്മാർജ്ജനമാണ്. ഇപ്പോൾ 1 മുതൽ 31 വരെയുള്ള വീഡിയോ കാണുകയും അത് കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്തവർക്കറിയാം. ഇതൊക്കെ നമ്മൾ പലതവണ ചോദ്യമായിട്ട് വന്നു, അനുബന്ധ വസ്തുക്കളായിട്ട് പറയുകയും ചെയ്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി, ഇത് നമ്മൾ പറഞ്ഞതാണ്, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005 നമ്മൾ പറഞ്ഞതാണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ, നമ്മൾ പറഞ്ഞുപോയതാണ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്, തൃശ്ശൂരാണ്. മറ്റു ചില കലാപങ്ങളെ കുറിച്ച് നോക്കാം. അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും തമ്മിൽ വ്യത്യാസപ്പെട്ടു പോകരുത്. അഞ്ചുതെങ്ങ് കലാപം കേരളത്തിലെ സംഘടിതമല്ലെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സമരമാണ്. എന്നാൽ ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിൽ തന്നെ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം സംഘടിതമല്ലെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സമരമാണ്. ഈ ആറ്റിങ്ങൽ റാണി എന്ന് പറയുന്ന ഉമയമ്മ റാണി 5 തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് ഒരു കോട്ടയും സൈനിക സാമഗ്രികൾ സംഭരിക്കുന്ന ഒരു കേന്ദ്രവും തുറന്നതാണ് കലാപത്തിന് വഴിയിട്ടത്. 1684 ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണി അഥവാ അന്നത്തെ ആറ്റിങ്ങൽ റാണി 5 തെങ്ങിൽ, തിരുവനന്തപുരത്തുള്ള 5 തെങ്ങിൽ ഒരു കോട്ടയും സൈനിക സാമഗ്രികൾ സംഭരിക്കുന്ന കേന്ദ്രവും തുറന്നതാണ് കലാപത്തിന് കാരണം. എന്താണ് ആ കാരണം ഉണ്ടാവാൻ കാരണം?
കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. കൂടാതെ 5 തെങ്ങിൽ ഇംഗ്ലീഷുകാർ കൂടുതൽ സൗജന്യങ്ങൾ അനുവദിച്ചു കൊടുത്തതും സ്ഥലവാസികളെ പ്രകോപിപ്പിച്ചു. 5 തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് കൂടുതൽ സൗകര്യം കൊടുക്കുന്നു, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് നൽകുന്നു. അങ്ങനെ അവർ 1697 5 തെങ്ങിലെ ഫാക്ടറി ആക്രമിച്ചു. ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടു കൂടിയാണ് 1695 ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച കോട്ടയാണ് 5 തെങ്ങ് കോട്ടയെങ്കിലും ഇതിന് ആറ്റിങ്ങൽ റാണിയുടെ സഹായമുണ്ടായിരുന്നു എന്നും കേൾക്കുന്നുണ്ട് ഈ സമരത്തിനും. ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ നോക്കണ്ട. അപ്പോൾ 1697 5 തെങ്ങിലെ ഫാക്ടറി ആക്രമിച്ചു. ആക്രമണം പരാജയപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് 5 തെങ്ങ് കലാപം. 5 തെങ്ങ് കലാപം നടന്നത് 1697 5 തെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്താണ്? സൈനിക സാമഗ്രികൾ സംഭരിക്കുന്ന കേന്ദ്രം തുറക്കാൻ അനുവാദം നൽകിയതും കുരുമുളകിന്റെ വ്യാപാര കുത്തകയുമാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പാണ്ഡികശാലയാണ് 5 തെങ്ങ്. 5 തെങ്ങിന്റെ പണി പൂർത്തിയായത് 1690 1695 കോട്ടയുടെ നിർമ്മാണം കംപ്ലീറ്റ് പൂർത്തിയാകുന്നത്. 1ാം ഘട്ടം പൂർത്തിയാകുന്നത് 1690 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? തിരുവനന്തപുരം. 5 തെങ്ങ് കലാപം നടന്ന വർഷം 1690. 5 തെങ്ങ് കോട്ട പൂർണ്ണമായി നിർമ്മിക്കപ്പെട്ടത് 1695. ആറ്റിങ്ങൽ കലാപം. അടുത്തത് നമുക്ക് ആറ്റിങ്ങൽ കലാപത്തിലേക്ക് കടക്കാം. 5 തെങ്ങ് കലാപം സംഘടിതമല്ലെങ്കിലും കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം. ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ആദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത ജനകീയ കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 140 കമ്പനി പട്ടാളക്കാരെ അവർ വധിച്ചു, നാട്ടുകാർ വധിച്ചു. തുടർന്ന് അവർ 5 തെങ്ങ് കോട്ട പിടിച്ചെടുത്തു. ഇതിന് കാരണം ഇംഗ്ലീഷുകാരുടെ വൻതോതിലുള്ള അഴിമതിയും കുരുമുളകിന്റെ വിലയിൽ കമ്പനി നടത്തിയ തിരിമറികളുമാണ്. ആറ്റിങ്ങൽ റാണിക്ക് ബ്രിട്ടീഷുകാർ വാർഷിക സമ്മാനം നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. പ്രാദേശിക നാടുവാഴികളായ പിള്ളമാരുടെ ഏജന്റുമാർ മുഖേനയാണ് ഈ സമ്മാനം നൽകിയിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ ഏജന്റുമാരെ ഒഴിവാക്കി റാണിക്ക് നേരിട്ട് സമ്മാനം കൈമാറാൻ തീരുമാനിച്ചു. അങ്ങനെ 1721 ഏപ്രിൽ 15 5 തെങ്ങ് കോട്ടയുടെ തലവനെയും ഗൈഫോർഡ് 140 കമ്പനി പടയാളികളെയും അങ്ങനെ 141 ആളുകൾ റാണിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി പുറപ്പെട്ടു. നാട്ടുകാർ ഇതിനെതിരെ തിരിഞ്ഞു. യാത്രാമധ്യേ ബ്രിട്ടീഷുകാരെ വധിച്ചു. കൂടാതെ 6 മാസക്കാലം 5 തെങ്ങ് കോട്ട ഉപരോധിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഇംഗ്ലീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു, ആസൂത്രിത കലാപവുമായിരുന്നു ഇത്. 1721 5 തെങ്ങ് കലാപം. ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപാനന്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒരു ഉടമ്പടി വെക്കുന്നുണ്ട്. അത് 1723 അതിന് വേണാട് ഉടമ്പടി എന്നാണ് പേര്. ഓർത്തു വയ്ക്കുക, 1721 5 തെങ്ങ് കലാപം. അതേസമയം ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് ഏതാണ് വർഷം? 1697 1697 കഴിഞ്ഞിട്ട് 1721 1921 നിങ്ങൾക്കറിയാം, മലബാർ ലഹളയുടെ വർഷമാണ്. ആറ്റിങ്ങൽ കലാപാനന്തരം പിന്നീട് 1721 ശേഷം 1723 വേണാട് ഉടമ്പടി നിലവിൽ വരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജ്യവുമായി ഒപ്പിട്ട ആദ്യ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അത് വേണാട് ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയിൽ തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്നേറ്റു. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട 5 തെങ്ങ് കോട്ടയുടെ പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗൈഫോർഡ്. ആറ്റിങ്ങൽ കലാപം നടന്ന കാലത്തെ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപാനന്തരം വെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി, അത് കൊല്ലം 1723. അന്നത്തെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓവും തമ്മിലാണ് ഈ ഉടമ്പടി ഉണ്ടാകുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവും തമ്മിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി 1723. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയും വേണാട് ഉടമ്പടിയിൽ ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരുമാണ്? അലക്സാണ്ടർ ഓമുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കലാപമാണ് ചാന്നാർ ലഹള. സാമൂഹ്യ നീതി സംരക്ഷിക്കാനുള്ള ആദ്യകാല സമരങ്ങളിൽ ഒന്നാണ് ചാന്നാർ. സാമൂഹ്യ നീതി സംരക്ഷിക്കാനാണ്. ഇത് തെക്കൻ തിരുവിതാംകൂറിലാണ്. ഈ ചാന്നാർ ലഹളയ്ക്ക് മേൽമുണ്ട് സമരം എന്നും പേരുണ്ട്. ഇപ്പം മേൽമുണ്ട് സമരവും ചാന്നാർ ലഹളയും ഒന്നാണ്. ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ കേണൽ മൺട്രോ ദിവാനായിരിക്കുമ്പോൾ ക്രിസ്തുമതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടായി. മതപരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് മാത്രം അവകാശം അനുവദിച്ചു കൊടുത്ത തിരുവിതാംകൂർ സർക്കാർ പ്രസ്തുത അവകാശം ഹിന്ദു ചാന്നാർ സ്ത്രീകൾക്ക് നിഷേധിച്ചതാണ് കലാപത്തിനിടയാക്കിയത്. അങ്ങനെ എല്ലാ ചാന്നാർ സ്ത്രീകൾക്കും ജാക്കറ്റ് ധരിക്കാനും പരിവരുത്ത തുണി കൊണ്ട്
മേൽമുണ്ട് ധരിക്കാനും അനുവാദം നൽകിക്കൊണ്ട് 1859 ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അങ്ങനെ ചാന്നാർ ലഹള നടക്കുന്നത് 1859 എന്തിനു വേണ്ടിയിട്ടാണ്? മാറുമറയ്ക്കാൻ വേണ്ടിയുള്ള സമരമാണത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭമാണ്, ഇതൊരു സാമൂഹിക പ്രക്ഷോഭമാണ് മാറുമറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ചാന്നാർ ലഹള. ചാന്നാർ ലഹളയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, മേൽമുണ്ട് സമരം. ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം ഏതാണ്? 1859 ജൂലൈ 26. ആരാ അനുവാദം നൽകിയത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ് വൈകുണ്ഠസ്വാമികളാണ്. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1858 ഓർത്തു വയ്ക്കാൻ എളുപ്പമായ ഒരു വർഷമാണ് 1858 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് അരുവിപ്പുറം. അരുവിപ്പുറം എന്ന് പറഞ്ഞാൽ 1858 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരത്ത് വീട്ടിൽ അദ്ദേഹം ജനിക്കുന്നത്, ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത് 1858. അപ്പോൾ അന്ന് ശിവപ്രതിഷ്ഠ നടത്തിയ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അന്നത്തെ കാലമല്ല, അന്ന് ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പ്രതിഷ്ഠ നടത്താൻ പറ്റുള്ളൂ. ജാതി വ്യവസ്ഥയൊക്കെ രൂഢമൂലമായ കാലമാണ്. അരുവിപ്പുറത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ അരുവിപ്പുറം എന്ന് പറഞ്ഞാൽ നെയ്യാറിന്റെ തീരത്താണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാറ്. ബ്രാഹ്മണർ ചെയ്തിരുന്ന പ്രതിഷ്ഠാകർമ്മമാണ് ഒരു ഈഴവൻ ചെയ്തിട്ടുള്ളത്. ഇതിനെ യാഥാസ്ഥിതികർ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നായിരുന്നു മറുപടി. ഇത് അരുവിപ്പുറം വിപ്ലവം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ശ്രീനാരായണ ഗുരു വലിയൊരാളായിരുന്നു. അതുകൊണ്ട് തന്നെ 1922 ടാഗോറും 1925 ഗാന്ധിജിയും അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ട്. 1928 ആകുമ്പോഴേക്കും അദ്ദേഹം അന്തരിക്കുന്നു അഥവാ സമാധിയാകുന്നു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾക്കായിരിക്കാം പ്രത്യേകത. ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ ഓർത്തു വെക്കണം. കാരണം കഴിഞ്ഞ 22 അത്രയധികം ചോദിച്ചിട്ടില്ല. ശ്രീനാരായണ ഗുരു കൃതികളല്ല ചോദിച്ചിട്ടുള്ളത്, മറ്റു കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ജാതി മീമാംസ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. നിർവൃതി പഞ്ചകം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. അർദ്ധനിയാരീശ്വര സ്തോത്രം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ഈ ശിവനുമായി ബന്ധപ്പെട്ട കൃതികളിൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകൾ രചിച്ചത് അധികവും നമ്മൾ നോക്കുമ്പോൾ അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ശിവനും പാർവതിയും ചേർന്നതാണല്ലോ. അദ്ദേഹമാണെങ്കിൽ ശിവപ്രതിഷ്ഠയാണ് നടത്തിയിട്ടുള്ളത്. ശിവഗിരിയൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മഠങ്ങളാണ്. അതോർത്തു വെക്കുക. ശിവശതകം, കുണ്ടലിനിപ്പാട്ട്, അതുപോലെ തന്നെ ഒന്ന് ശതകം, അതായത് ആത്മോപദേശ ശതകവും ദൈവദശകവും ആരാണ്? അദ്ദേഹം തന്നെയാണ്, ശ്രീനാരായണ ഗുരുവാണ്. ശിവനെ മാത്രമല്ല വിഷ്ണുവിനെ കുറിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്. വിഷ്ണു സ്തോത്രങ്ങളുണ്ട്, പ്രപഞ്ച സൃഷ്ടിയുണ്ട്, ബ്രഹ്മവിദ്യ പഞ്ചകമുണ്ട്. അപ്പോൾ ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, ശിവനെ കുറിച്ചൊക്കെ മൂപ്പര് എഴുതിയിട്ടുണ്ട്. അദ്വൈത ദീപിക, ചിജ്ജഡ ചിന്തനം. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ആത്മോപദേശ ശതകം, ദൈവശതകം, ദർശനമാല, ജാതിമീമാംസ, നിർവൃതി പഞ്ചകം, അർദ്ധനാരീശ്വര സ്തോത്രം, ശിവശതകം, കുണ്ടലിനിപ്പാട്ട്, ദൈവദശകം, വിഷ്ണു സ്തോത്രങ്ങൾ, പ്രപഞ്ച സൃഷ്ടി, ബ്രഹ്മവിദ്യാ പഞ്ചകം, അദ്വൈത ദീപിക, ചിജ്ജഡ ചിന്തനം. ഈ ഗുരുവചനങ്ങൾ ഓർത്തു വയ്ക്കുക. സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, വിൽക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, വിൽക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് ഏതു വർഷമാണ്? 1856 ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരി ആശ്രമത്തിൽ വെച്ച് ഗാന്ധിജി സന്ദർശിച്ചത് ഏതു വർഷമാണ്? 1925. ടാഗോർ സന്ദർശിച്ചത് 1922. എന്നാൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെടുന്നത് 1903 ശ്രീനാരായണ ഗുരു തൻ്റെ ദൗത്യം വിളംബരം ചെയ്ത അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏതു വർഷമാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, 1888. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. നവോത്ഥാനത്തിന്റെ കവിയാണ്. SNDP യോഗത്തിന്റെ മുഖപത്രം വിവേകോദയമായിരുന്നു.
ആ വിവേകോദയത്തിന്റെ പത്രാധിപരും കുമാരനാശാനായിരുന്നു. അപ്പോൾ SNDPയുടെ സെക്രട്ടറിയുമായിരുന്നു. SNDP യോഗത്തിന്റെ മുഖപത്രമായ വിവേകോദയത്തിന്റെ പത്രാധിപരും ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. ശ്രീനാരായണ ഗുരു ഒരു വിദേശ രാജ്യമേ സന്ദർശിച്ചിട്ടുള്ളൂ. 2 തവണ സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യത്തെ സന്ദർശനം 1918 എന്നാൽ 1926 ശ്രീനാരായണ ഗുരു 2ാം തവണ ശ്രീലങ്ക സന്ദർശിക്കുന്നത്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരുവാണ്. ഗാന്ധിജി 1925 അതുപോലെ തന്നെ ടാഗോർ 1922 ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നുണ്ട്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. 2ാമത് ശ്രീലങ്ക സന്ദർശിച്ചത് 1926 ആദ്യത്തേതിൽ 1918. ഒരേ ഒരു വിദേശ രാജ്യമേ സന്ദർശിച്ചിട്ടുള്ളൂ, അത് ശ്രീലങ്കയാണ്. ഈ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിലാണ്. ടാഗോർ സന്ദർശിക്കുന്നത് 1922 ഒരാളുടെ ജനന മരണ ദിവസങ്ങൾ മാത്രമാണ് പൊതു അവധിയായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് കേൾക്കണം. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്, എന്നാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1914. ശ്രീനാരായണ ഗുരു വർക്കലയിൽ സമാധിയായത് ഏതു വർഷമാണ്? 1928. അടുത്തത് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ചർച്ച ചെയ്തതാണ് മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? അത് പയ്യന്നൂരാണ്. നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ, അന്നത്തെ നവോത്ഥാന മുന്നേറ്റങ്ങളെക്കുറിച്ചൊക്കെ. അതിലൊന്ന് പ്രധാനപ്പെട്ടതാണ് മലയാളി മെമ്മോറിയൽ. ചോദിക്കാറുണ്ട്. തിരുവിതാംകൂറിലാണ് ഈ മലയാളി മെമ്മോറിയൽ നടക്കുന്നത്. അവിടെ തിരുവിതാംകൂറിൽ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണന്മാരെ, ഞങ്ങളുടെ നാട്ടിൽ പട്ടന്മാരെന്ന് വിളിക്കും, നിയമിച്ചിരുന്നു. അവരെ മാത്രമാണ് നിയമിച്ചിരുന്നത്. ഇതിൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്, ആർക്കാണ്? ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ തങ്ങളെയും ജോലിക്ക് പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ മെമ്മോറിയാണ് മലയാളി മെമ്മോറിയൽ. അതായത് തമിഴ് ബ്രാഹ്മണന്മാരെയാണ് അവിടുത്തെ സർക്കാർ ഉദ്യോഗത്തിന് നിയമിച്ചിരുന്നത്, ഞങ്ങളെയും പരിഗണിക്കണം. അതിൻ്റെ ഒരു മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂറിലെ ജോലി തിരുവിതാംകൂറുകാർക്കുള്ളതാണ്. ഇത് ബാരിസ്റ്റർ JP പിള്ള, KP ശങ്കരമേനോൻ, CV രാമൻ പിള്ള എന്നിവരുമാണ് ഇതിന് മുൻകൈയെടുത്തത്. ആരൊക്കെയാ? ബാരിസ്റ്റർ JP പിള്ള, KP ശങ്കരമേനോൻ, CV രാമൻ പിള്ള. 1891 ജനുവരിയിലാണ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് 10,028 പേർ ഒപ്പിട്ട ഒരു പരാതി സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ഈ നാട്ടിലെ നാട്ടുകാർക്ക്, തിരുവിതാംകൂറുകാർക്ക് അവിടുത്തെ ഭരണത്തിൽ നല്ലൊരു പങ്ക് നിഷേധിക്കപ്പെടുന്നതിനെയും, വിശേഷിച്ച് സർക്കാർ സർവീസിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ അവർ പട്ടന്മാരെയാണ് നിയമിച്ചിരുന്നത്, തമിഴ് ബ്രാഹ്മണരെ. ഇത് മനഃപൂർവ്വമായിട്ട് നാട്ടുകാരെ ഒഴിച്ചു നിർത്തുന്നതിനെതിരായിരുന്നു പരാതി. തിരുവിതാംകൂറിന് പുറത്തുള്ളവരെ അപേക്ഷിച്ച് നാട്ടുകാർക്ക് കൂടുതൽ ഉദ്യോഗങ്ങൾ ലഭിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നായിരുന്നു ഹർജിയുടെ ആവശ്യം. ഉദ്യോഗ നിയമനങ്ങൾക്ക് നാട്ടുകാർക്ക് മുൻഗണന നൽകണമെന്നും നിയമനങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യം വേണമെന്നായിരുന്നു ഇതിലെ മുഖ്യ ആവശ്യങ്ങൾ. അപ്പം മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത് 1891 ജനുവരി 1 ഇത് എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയാണ്. എന്തായിരുന്നു മുദ്രാവാക്യം? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. അതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് KP ശങ്കരമേനോനാണ്. എഴുതി തയ്യാറാക്കിയത് CV രാമനാണ്, സാഹിത്യകാരനാണ്. എന്നാണ് നൽകിയത്? 1891. ഈ തിരുവിതാംകൂർക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ JP പിള്ളയാണ്. അപ്പോൾ ഈ സമരത്തിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് 1891. നേതൃത്വം നൽകിയത് KP ശങ്കരമേനോൻ. മുദ്രാവാക്യം നിർമ്മിച്ചത് ബാരിസ്റ്റർ JP പിള്ള. അതേസമയം ഇതിനുള്ള മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻ. മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണൊക്കെ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. 10,028. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ തന്നെയായിരുന്നു. അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ T രാമറാവു ആയിരുന്നു. മലയാളി മെമ്മോറിയലിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയ നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഈ മലയാളി മെമ്മോറിയലിലും 3ാമത്തെ ആളായിട്ട് പൽപ്പു നൽകിയിരുന്നു. പക്ഷെ അദ്ദേഹം പിന്നോക്കക്കാരെ കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. അപ്പോൾ തിരുവിതാംകൂർക്ക് എന്ന ലഘുലേഖയുടെ കർത്താവാരാണ്? ബാരിസ്റ്റർ JP പിള്ള.
ഈഴവ മെമ്മോറിയൽ നമ്മളൊന്ന് പഠിക്കണമല്ലോ. അതേപോലെ തന്നെ തിരുവിതാംകൂറിലെ മൊത്തം ജനസംഖ്യയുടെ 5-1 അന്നത്തെ കാലത്ത് ഈഴവം. ഇവർക്കും സർക്കാർ ഉദ്യോഗങ്ങളിൽ നാമമാത്രമായ പ്രാതിനിധ്യം പോലും ഉണ്ടായിരുന്നില്ല. ബുദ്ധിമുട്ടുകൾ പലതും സഹിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ പല ഈഴവ സമുദായാംഗങ്ങൾക്കും ജോലിക്ക് വേണ്ടി പുറം നാട്ടിൽ പോകേണ്ട അവസ്ഥയായിരുന്നു. തുടർന്ന് തങ്ങൾക്ക് വിദ്യാഭ്യാസ ഉദ്യോഗ കാര്യങ്ങളിൽ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 13,176 പേർ, മറ്റത് 10,028 ആണെങ്കിൽ ഇത് 13,176 പേര് 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചതാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവരുടെ സാമൂഹ്യ പിന്നാവസ്ഥയ്ക്ക് കാരണം അവർക്ക് ഗവൺമെന്റ് സർവീസിൽ പ്രാതിനിധ്യമില്ലാത്തതാണെന്നും മലബാർ പ്രദേശത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ തങ്ങളുടെ സമാന സാമൂഹിക പദവിയുള്ള സമുദായമായ തീയർക്ക് ജോലി ലഭിക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അന്നത്തെ ദിവാനായ ശങ്കര സുബയ്യൻ ഇത് നിരസിച്ചു. തുടർന്ന് രണ്ടാമത്തെ ഹർജി വൈസ്രോയി കഴ്സൺ പ്രഭുവിനെ അദ്ദേഹം 1900 കേരളം സന്ദർശിച്ചപ്പോൾ, തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ സമർപ്പിച്ചു. എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാൻ ബ്രിട്ടന് താല്പര്യമുണ്ടായിരുന്നില്ല. മലബാർ ബ്രിട്ടൻ നേരിട്ടാണ് ഭരിക്കുന്നത്. പക്ഷേ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാണെങ്കിലും തിരുവിതാംകൂർ രാജാവാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് 1896 13,176 പേരാണ് ഇതിൽ ഒപ്പുവെച്ചത്. കേരളത്തിൽ അപ്പോൾ 1896 നടന്ന ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ നായകൻ ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ എന്നറിയപ്പെടുന്ന ദിവാൻ ശങ്കര സുബയ്യറാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1990 കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ പലതവണ ചർച്ച ചെയ്തതാണ്. മറ്റൊരു പ്രക്ഷോഭത്തിലേക്ക് നോക്കാം, തളിക്ഷേത്ര പ്രക്ഷോഭം. 1917 കോഴിക്കോട് തളിക്ഷേത്ര പരിസരത്ത് നിരത്തിലൂടെ അവർണർ യാത്ര ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ട് സാമൂതിരി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 1917. അക്കാലത്ത് റോഡ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ നഗരസഭാ ചെയർമാനായിരുന്ന CV നാരായണയ്യർ സാമൂതിരിയുടെ ഉത്തരവ് നിഷേധിച്ചു. പക്ഷേ തോറൻ, അന്നത്തെ മലബാർ കളക്ടർ, 1917 നവംബർ 1 സാമൂതിരിയുടെ ആഗ്രഹപ്രകാരം തളി റോഡിൽ തീണ്ടൽ ബോർഡ് സ്ഥാപിച്ചു. ക്ഷേത്ര പരിസരത്തെ നിരത്തിലൂടെ അവർണർ സഞ്ചരിക്കുന്നത് നിരോധിച്ചു. ആ നിരോധിച്ചതിനെതിരെ പരസ്യമായി C. കൃഷ്ണൻ ലംഘിച്ചു. C. കൃഷ്ണനാട്ടാ ലംഘിക്കുന്നത്. കൊല്ലം 1917 ശക്തമായ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നു, ജനാധിപത്യ സർക്കാരല്ല, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ ശിക്ഷ കിട്ടുക. അപ്പൊ ബ്രാഹ്മണനും പ്രശസ്ത അഭിഭാഷകനുമായ മഞ്ചേരി രാമയ്യരും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അന്ന് സവർണന്മാരിലും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. കുതിരവണ്ടിയിൽ നിരത്തിൽ സഞ്ചരിച്ച് അദ്ദേഹം നിരോധനത്തെ വെല്ലുവിളിച്ചു. മാതൃഭൂമിയുടെ പത്രാധിപ സ്ഥാപകരായിട്ടുള്ള KP കേശവമേനോൻ, അന്നത്തെ നമ്മുടെ പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനി K. മാധവൻ നായർ, ഇവരുടെയൊക്കെ പിന്തുണയുണ്ടായിരുന്നു. അപ്പൊ അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സമരം ഏതാണെന്ന് ചോദിച്ചാൽ അത് തളിക്ഷേത്ര പ്രക്ഷോഭമാണ്. തളിക്ഷേത്രത്തിന് മുന്നിലൂടെ റോഡിലൂടെ അവർണർക്ക് നടക്കാനുള്ള അവകാശത്തിനെ ചൊല്ലിയുള്ള സമരമാണ് 1917 നടക്കുന്നത്. അപ്പൊ അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ തളിക്ഷേത്ര സമരമാണ്. തളിക്ഷേത്ര സമരം നടന്ന വർഷം 1917. അപ്പൊ കോഴിക്കോട്ട് തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. തളിക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ C. കൃഷ്ണനും KP കേശവമേനോനും K. മാധവൻ നായരും മഞ്ചേരി രാമയ്യരുമാണ്. മറ്റൊരു സമരമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. 1926 ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ നേതാവ് ഡോക്ടർ M.E. നായിഡു ആണ്. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? ഡോക്ടർ M.E. നായിഡു. ശുചീന്ദ്ര സത്യാഗ്രഹം അടിച്ചമർത്തി സവർണജാതിക്കാർ. പക്ഷെ വീണ്ടും 1930 പുനരാരംഭിച്ചു. 1930 പുനരാരംഭിച്ചപ്പോൾ സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ ഗാന്ധി രാമൻ പിള്ളയാണ്. അപ്പൊ ശുചീന്ദ്രൻ സത്യാഗ്രഹവുമായിട്ട് M.E. നായിഡുവിനെയും ഗാന്ധി രാമൻ പിള്ളയെയും ഓർത്തുവെക്കുക. 1926 1930 എന്നുള്ള വർഷം ഓർത്തുവെക്കുക. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സമരത്തിനുള്ള കേരളത്തിലെ ആദ്യ സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. ചർച്ച ചെയ്തു. മറ്റൊരു സമരത്തിലേക്ക് പോകാം നമുക്ക്. യാചനായാത്ര. നവോത്ഥാന കാലത്ത് സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ നവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒക്കെ ഒന്നിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ 1931 നടന്ന യാചനായാത്ര. എന്തിനാണ് യാചനായാത്ര?
തൃശ്ശൂർ മുതൽ കാസർകോട്ടെ ചന്ദ്രഗിരി പുഴ വഴിയാണ് യാചനായാത്ര നടന്നത്. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠന സഹായത്തിനുള്ള ഫണ്ട് സമാഹരിക്കാൻ നടന്ന യാത്രയാണ് യാചനായാത്ര. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠന സഹായത്തിനുള്ള ഫണ്ട് സമാഹരിക്കാൻ. അങ്ങനെ 1931 മാസം 3 31 തിരിച്ചിട്ട 13 മാർച്ച് 13 യാത്ര ആരംഭിച്ചത്. ദാരിദ്ര്യം മൂലം പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ബാലികാ ബാലന്മാർക്ക് സഹായം നൽകുന്നതിന് വേണ്ടി നടത്തുന്ന ഈ യാത്ര കേരളത്തിൽ പിന്നീട് നടന്ന പല സമരങ്ങൾക്കും പ്രചോദനമായി. തൃത്താല ഗ്രാമത്തിലാണ് വി ടി ഭട്ടതിരിപ്പാട് ജനിച്ചത്. വെള്ളിത്തിരുത്തി താഴത്തുമന, അതാണ് വി ടി. അവിടെ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വി ടി ഭട്ടതിരിപ്പാട്. യാചനായാത്രയ്ക്ക് നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാടാണ്. യാചനായാത്ര ആരംഭിച്ചത് 1931 മാർച്ച് 13 യാചനായാത്ര തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന കാൽനട പ്രചാരണ യാത്രയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അതുവരെ വഴി നടക്കണമെന്നാണ് പറഞ്ഞതെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരാണ്? T സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? T സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനുമായിരുന്നു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭൻ, ക്ഷേത്ര പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ T സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കേളപ്പനാണ്. പക്ഷെ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ T സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ഗുരുവായൂർ ക്ഷേത്ര സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനാണ്. ആ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. ഗുരുവായൂർ ക്ഷേത്ര മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാണ്. P കൃഷ്ണപിള്ള മണിയടിക്കുന്നുണ്ട്. അത് ബ്രാഹ്മണർക്ക് മാത്രമേ അടിക്കാൻ പാടുള്ളൂ എന്നാണ് അന്നത്തെ വെപ്പ്. അവിടുത്തെ മണിയടിച്ചപ്പോൾ P കൃഷ്ണപിള്ളയുടെ മണ്ടയ്ക്കടിച്ചത് വേറൊരു നായർ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ ധൈര്യമുള്ളവർ മണിയടിക്കും, ധൈര്യമില്ലാത്തവർ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഒരു വാക്ക് വായിച്ചത്, മറ്റുള്ളവരുടെ മണ്ടയ്ക്കടിക്കും എന്നുള്ളതാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാവാണ് P കൃഷ്ണപിള്ള. ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. S നീലകണ്ഠ അയ്യരാണ്. എന്താണ് ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറഞ്ഞാൽ? കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിച്ചത്. പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് ദ്വിഭരണ സമ്പ്രദായം അംഗീകരിച്ചതിന്റെ പേരിൽ കൊച്ചിൻ കോൺഗ്രസ് ഉപേക്ഷിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരായിരുന്നു ഇതിൽ അംഗങ്ങളിൽ ഭൂരിഭാഗവും. S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ ചേർന്നാണ് ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത്. അപ്പോൾ ഇതിൽ S നീലകണ്ഠ അയ്യരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് ഓർത്തുവെക്കുക. ഇക്കണ്ട വാര്യരും പനമ്പിള്ളി ഗോവിന്ദമേനോനും K അയ്യപ്പനും ഒക്കെ നേതാക്കന്മാരായിരുന്നു. ഇപ്പൊ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി 1947 ഓഗസ്റ്റ് 14 കൊച്ചിയിൽ സർക്കാർ രൂപം കൊണ്ടു. അങ്ങനെയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയാവുന്നത്. അപ്പൊ കൊച്ചിയിലെ ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടന ഏതൊക്കെയാ? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കൊച്ചി സ്റ്റേറ്റ് കോൺഗ്രസ്, കൊച്ചിൻ കോൺഗ്രസ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം 1941 ജനുവരി 26 ആരെല്ലാമാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകർ? S നീലകണ്ഠനും നീലകണ്ഠ അയ്യരും VR കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. ഇതിന്റെ ആദ്യ വാർഷിക സമ്മേളനം ഇരിങ്ങാലക്കുടയാണ്. ഇതിന്റെ ആദ്യ സെക്രട്ടറി R കൃഷ്ണൻ എഴുത്തച്ഛനാണ്. രൂപീകരിക്കുമ്പോഴുള്ള പ്രഥമ പ്രസിഡന്റ് S നീലകണ്ഠ അയ്യരാണ്. കൊച്ചിയിൽ അങ്ങനെ ഉത്തരവാദ ഭരണം രൂപം കൊള്ളുന്നു. 1947 ഓഗസ്റ്റ് 14 കൊച്ചിയിൽ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. പിന്നീട് നിങ്ങൾക്കറിയാം 1949 തിരുകൊച്ചി ലയനം കഴിഞ്ഞു. അതിനുശേഷം ഐക്യ കേരളം ഉണ്ടായി. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. മറ്റൊരു ചോദ്യം വീണ്ടും ആവർത്തിച്ചു വരുന്നു. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമനമ്പിയാണ്. രണ്ടും മാറിപ്പോകണ്ട, പഴശ്ശി കലാപവും കുറിച്യ കലാപവും. പഴശ്ശി കലാപത്തിലും കുറിച്യരുടെ സഹായമുണ്ടായിരുന്നു. അവ നമ്മൾ ചർച്ച ചെയ്താണ് മുന്നത്തെ ക്ലാസ്സുകൾ കാണുക. മറ്റൊരു പ്രധാനപ്പെട്ട ജാഥയിലേക്ക് കൂടി നമുക്ക് പോകാം. പട്ടിണി ജാഥ. മലബാർ ജനജീവിതത്തിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ. അന്ന് മലബാർ
മദ്രാസ് പ്രൊവിൻസിലാണ്. അവിടെയുള്ള ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നടന്ന ജാഥയാണ് പട്ടിണി ജാഥ. 1936 പട്ടിണി ജാഥ നടക്കുന്നത്. മലബാറിൽ നിന്നും മദിരാശിയിലേക്കാണ് ഈ ജാഥ പോകുന്നത്. നേതാവ് AK ഗോപാലനാണ്. കണ്ണൂരിൽ നിന്നാണ് ആരംഭിച്ചത്. എവിടെയായിരുന്നു? കണ്ണൂർ മുതൽ മദിരാശി വരെയായിരുന്നു പട്ടിണി ജാഥ. മലബാറിലാണ്. അതുകൊണ്ട് മലബാർ എന്ന് എവിടെയാണ്? മദ്രാസ് പ്രൊവിൻസിലാണ്. ഇപ്പൊ മദിരാശിയിലേക്കാണ്. 1936 നടക്കുന്നത്. AK ഗോപാലന്റെ നേതൃത്വത്തിൽ 32 ആളുകളാണ് പങ്കെടുത്തത്. മറ്റൊരു കൗതുകമുണർത്തുന്നതും അതിശക്തവുമായ ഒരു സമരമായിരുന്നു തോൽ വിറക് സമരം. 1946 സ്ത്രീകൾ നയിച്ച പ്രധാനപ്പെട്ട ഒരു സമരമാണ് തോൽ വിറക് സമരം. ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിന് ഒരു വലിയ ജന്മിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ എസ്റ്റേറ്റ് ചീമേനി ഉൾപ്പെടുന്ന പ്രദേശത്തായിരുന്നു. ഈ ചീമേനി കാട്ടിൽ നിന്നാണ് സ്ത്രീകൾക്ക് പുല്ലും പുരമേയാനുള്ള പുല്ലും മറ്റും ശേഖരിച്ചിരുന്നത്. അടുപ്പ് കത്തിക്കാനും മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാനൊക്കെ ഉള്ള ഏക ആശ്രയം ചീമേനി എസ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൊക്കെ പങ്കെടുത്ത് പാപ്പരായി കഴിഞ്ഞാൽ സ്ഥലം വിൽക്കലാണ് അവിടെ അന്നത്തെ പരിപാടി. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഈ എസ്റ്റേറ്റ് ജോൺ കൊട്ടുകാപ്പള്ളി എന്നയാൾക്ക് കൈമാറി. പിന്നെ അയാളായി ജന്മി. അദ്ദേഹം ഈ പുരമേയാനുള്ള പുല്ല് കൊടുക്കാനും അടുപ്പ് കത്തിക്കാനുള്ള വിറകൊന്നും സമ്മതിച്ചില്ല. തോലും വിറകൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല. കാട്ടുവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വിലക്കി. കാലങ്ങളായി ചീമേനി കാടിനെ ആശ്രയിച്ചിരുന്ന സ്ത്രീകൾക്ക് ഇത് അവകാശ ലംഘനമായി അനുഭവപ്പെട്ടു. അങ്ങനെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അവർ സംഘടിത പ്രതിഷേധം ആസൂത്രണം ചെയ്തു. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ചീമേനി എസ്റ്റേറ്റിന്റെ മുൻ ജന്മിയായതിനാൽ ഈ പ്രതിഷേധത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല. പകരം അദ്ദേഹത്തിന്റെ ഭാര്യ കാർത്തായനി അമ്മയാണ് ഈ സമരത്തിന് സഹായിച്ചത്. KA കേരളീയനാണ് ഒരു മുദ്രാവാക്യം എഴുതിയത്. തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്നുതെടുത്താലും. തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്നുതെടുത്താലും എന്ന വരികൾ മുദ്രാവാക്യമാക്കി 1946 100-ലേറെ സ്ത്രീകൾ സംഘടിച്ച ചീമേനി എസ്റ്റേറ്റിലേക്ക് പ്രതിഷേധ ജാഥ നടത്തി. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തോലിനും വിറകിനുമുള്ള അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ ഇവർ സമരത്തിൽ നിന്ന് പിന്മാറിയില്ല. ഇതാണ് തോൽ വിറക് സമരം എന്നറിയപ്പെടുന്നത്. സ്ത്രീകൾ നേതൃത്വം കൊടുത്ത സമരമാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ. ഇപ്പൊ തോലിനും വിറകിനുമായുള്ള അവകാശത്തിനായി കർഷക സ്ത്രീകൾ നയിച്ച സമരം ഏതാണെന്ന് ചോദിച്ചാൽ തോൽവിറക് സമരമാണ്. തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡാണ്. അത് നടന്ന സ്ഥലം ചീമേനിയിലാണ്. കാസർഗോഡിലെ ചീമേനിയിലായി 1946 ജോൺ കൊട്ടുകാപ്പള്ളി എന്ന ജന്മിക്കെതിരെയായിരുന്നു. തോൽവിറക് സമര നായിക കാർത്തായനി അമ്മയായിരുന്നു. അവര് സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ ഭാര്യയായിരുന്നു. തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന കർഷക സംഘമായിരുന്നു. തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്നുതെടുത്താലും എന്ന മുദ്രാവാക്യം എഴുതിയത് KA കേരളീയനാണ്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമാണ് അടുത്തത് ചോദിച്ചിട്ടുള്ളത്. 941 ഒരു വൈദ്യുത പദ്ധതി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇടുക്കി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നത് കബനിയാണ്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടുന്നത്, പക്ഷി സങ്കേതവും വന്യജീവി സങ്കേതവും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ചിന്നാറാണ്. ചൂലന്നൂരും മംഗളവനവും തട്ടേക്കാടും ഒക്കെ പക്ഷി സങ്കേതങ്ങളാണ്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.